മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ സംസ്കാരം പൊതുശ്മശാനത്തിൽ നടത്തുന്നതിനെ ചൊല്ലിയുള്ള തർക്കം സംസ്കാരത്തിന് ശേഷം വീണ്ടും ശക്തമായി. ഒരു മുൻ പ്രധാനമന്ത്രിയെ കേന്ദ്ര സർക്കാർ അപമാനിച്ചെന്നാണ് കോൺഗ്രസ് നേതാക്കൾ ആരോപിക്കുന്നത്. സിംഗിനോട് മാത്രമല്ല, അദ്ദേഹത്തിന്റെ കുടുംബത്തോടും സർക്കാർ അനാദരവ് കാണിച്ചിരിക്കുകയാണ്. സംസ്കാര ചടങ്ങുകൾ പ്രക്ഷേപണം ചെയ്യുന്നത് DD ചാനലിൽ മാത്രമാക്കിയെന്നും മൻമോഹൻ സിംഗിന്റെ കുടുംബാംഗങ്ങളെക്കാൾ TV-യിൽ കൂടുതൽ കാണിച്ചത് നരേന്ദ്രമോദിയെയും അമിത്ഷായെയും ആണെന്നുമാണ് പരാതി. അദ്ദേഹത്തിന്റെ കുടുംബത്തിന് നൽകിയത് വെറും 3 കസേരകൾ മാത്രമാണെന്നും കോൺഗ്രസ് ആരോപിക്കുന്നു. ഇതിനിടെ അമിത്ഷായുടെ വാഹനവ്യൂഹം വിലാപയാത്ര തടസ്സപ്പെടുത്തുകയും ചെയ്തു. ഇടുങ്ങിയ ഇടത്തിൽ ചിതക്ക് അരികിലേക്ക് എത്താൻ കുടുംബാംഗങ്ങൾ വളരെ ബുദ്ധിമുട്ടുകയായിരുന്നു. ദേശീയ പതാക കൈമാറുമ്പോഴും സല്യൂട്ട് നൽകുമ്പോഴും പ്രധാനമന്ത്രിയും മന്ത്രിമാരും എഴുന്നേറ്റില്ലെന്നും കോൺഗ്രസ് ആരോപിക്കുന്നു. മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾക്ക് അർഹമായ ബഹുമാനം നൽകിയതുമില്ല. ഈ ചടങ്ങിൽ നിന്ന് പൊതുജനങ്ങളെ ഒഴിവാക്കുകയും ചെയ്തിരുന്നു. ഇന്ത്യയുടെ മഹാനായ പുത്രനും സിഖ് സമുദായത്തിന്റെ ആദ്യ പ്രധാനമന്ത്രിയുമായ ഡോക്ടർ മൻമോഹൻ സിംഗ് ജിയെ ഇന്നത്തെ സർക്കാർ നിംഗ്ബോധ് ഘട്ടിൽ അന്ത്യകർമ്മങ്ങൾ നടത്തിയതിലൂടെ പൂർണ്ണമായും അപമാനിച്ചിരിക്കുന്നു. ഇതാണ് രാഹുൽ ഗാന്ധി ട്വീറ്റ് ചെയ്തത്. ഇതുവരെ എല്ലാ മുൻ പ്രധാനമന്ത്രിമാരുടെയും അന്തസ്സിനെ മാനിച്ച് അംഗീകൃത ശ്മശാന സ്ഥലങ്ങളിൽ അവരുടെ അന്ത്യകർമ്മങ്ങൾ നടത്തി. അങ്ങനെ ഓരോ വ്യക്തിക്കും ഒരു അസൗകര്യവും കൂടാതെ അന്തിമ ദർശനവും ആദരാഞ്ജലിയും അർപ്പിക്കാൻ കഴിഞ്ഞിരുന്നു. ഡോക്ടർ മൻമോഹൻ സിംഗ് ഞങ്ങളുടെ ഏറ്റവും വലിയ ആദരവും സ്മാരകവും അർഹിക്കുന്നു. രാജ്യത്തിന്റെ ഈ മഹാനായ മകനോടും അദ്ദേഹത്തിന്റെ അഭിമാന സമൂഹത്തോടും സർക്കാർ ബഹുമാനം കാണിക്കണമായിരുന്നു. രാഹുൽ ഗാന്ധി ഇതും കൂടി പറയുന്നുണ്ട്. മുൻ പ്രധാനമന്ത്രിയുടെ അന്തസ്സിനോടും മൻമോഹൻ സിംഗിന്റെ വ്യക്തിത്വത്തോടും അദ്ദേഹത്തിന്റെ പൈതൃകത്തോടും ആത്മാഭിമാനമുള്ള സിഖ് സമൂഹത്തോടും സർക്കാർ നീതി പുലർത്തിയിട്ടില്ലെന്ന് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധിയും ആരോപിച്ചു. ഡോക്ടർ മൻമോഹൻ സിംഗ് ജിയുടെ കുടുംബാംഗങ്ങൾ ശവസംസ്കാരം നടക്കുന്ന സ്ഥലത്ത് അല്പം ഇടം കണ്ടെത്താൻ പാടുപെടുന്നതും ആൾക്കൂട്ടത്തിൽ അകപ്പെടുന്നതും സ്ഥലം ഇല്ലാത്തതിനാൽ പൊതുജനങ്ങൾ വളരെ ബുദ്ധിമുട്ടുന്നതും പുറത്ത് റോഡിൽ നിന്ന് ആദരാഞ്ജലി അർപ്പിക്കുന്നതും താൻ കണ്ടതായി പ്രിയങ്ക ഗാന്ധി പറയുന്നുണ്ട്. കുടുംബത്തിന് മതിയായ ഇരിപ്പിടങ്ങൾ നൽകാത്തതും ഘോഷയാത്രയിൽ ഉണ്ടായ തടസ്സങ്ങളും സംസ്കാര ചടങ്ങിൽ നടന്ന അനാദരവിന്റെയും കെടുകാര്യസ്ഥതയുടെയും ഉദാഹരണങ്ങളും കോൺഗ്രസ് നേതാവ് പവൻ ഖേരയും എടുത്തു കാണിച്ചു. എന്നാൽ ഇതെല്ലാം കോൺഗ്രസ് നടത്തുന്ന രാഷ്ട്രീയ നാടകങ്ങളാണെന്നാണ് BJP പറയുന്നത്. മൻമോഹൻ സിംഗിന്റെ ശവസംസ്കാര ചടങ്ങിൽ പോലും കോൺഗ്രസുകാർ വൃത്തികെട്ട വില കുറഞ്ഞ രാഷ്ട്രീയം കളിക്കുകയാണെന്ന് ആരോപിച്ച് BJP കോൺഗ്രസിന്റെ ഈ വാദങ്ങളെയെല്ലാം അപ്പാടെ തള്ളിക്കളയുകയാണ്.